ഹായ് എമിലി മൈക്കിൾ. ഞാനിന്ന് OET സ്കാമിനെ കുറിച്ചാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഒട്ടനവധി ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും മെസ്സേജിലൊക്കെ ചോദിച്ചു, സാർ എന്തുകൊണ്ട് OET സ്കാമിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ല, ഞങ്ങൾക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി കുറച്ച് താമസിച്ചാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നമ്മളെയൊക്കെ ഒരു ഷോക്കിങ്ങിലാക്കിയ ഒരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 148 നേഴ്സസ് ഫ്രം യു കെയിൽ പിൻ നമ്പർ കിട്ടി ജോലി ചെയ്യുന്ന 148 നേഴ്സുമാരോട് അവർക്ക് OET എക്സാമിൽ തിരിമറി നടത്തിയതായി NMC സംശയിക്കുകയും അതുകൊണ്ട് തന്നെ അവരതിന് എക്സ്പ്ലനേഷൻ കൊടുത്തില്ല എങ്കിൽ അവരുടെ പിൻ നമ്പർ റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്നും അവർക്ക് അറിയിച്ചത്. ചണ്ഡീഗഡിലെ ഒരു പർട്ടിക്കുലർ സെൻറ്ററിൽ എക്സാം എഴുതിയ 148 നേഴ്സുമാരോടാണ് NMC ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, OET മേഖലയിൽ സ്കാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഇതിന് പുറകെ പോവുകയും അവരുടെ ഫ്യൂച്ചറും പണവും നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന ഈ കാര്യങ്ങൾ വെളിച്ചം വീശുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ മാത്രമല്ല ഇതുപോലെ തന്നെ എക്സാം എഴുതിയേക്കുന്ന ആയിരക്കണക്കിന് നഴ്സുമാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. UK മാത്രമല്ല, ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അയർലൻഡിലൊക്കെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ ഫേക്കായിട്ട് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിപ്പോയവർ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു പാഠമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം NMC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർക്കൊരു സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുമെന്നുള്ളതാണ്. അതിലേറ്റവും ഭീകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു OET ട്രെയിനിങ് സ്ഥാപനമൊക്കെ നടത്തുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് OET എഴുതി കഷ്ടപ്പെട്ട് പാസ്സായ ഒരാൾക്ക് പോലും ഒരു 1 ഇയറിന് ശേഷം എക്സാം ഒന്നും കൂടി എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ അവരെ കൊണ്ട് എഴുതാൻ സാധിക്കുന്നത് എഴുതാൻ പാസ്സാകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഫേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വാങ്ങി പാസ്സായവരുടെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ കള്ളത്തരം ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചാൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇന്ന് പിടി വീഴുകയും അത് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇത് സത്യത്തിൽ സിറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എക്സാം സെൻറ്ററിൽ ചെല്ലുകയും പണം കൊടുത്ത് അവിടെ അവർക്ക് വേണ്ടി സ്പീക്കിംഗ് ഒക്കെ വേറൊരാൾ ചെയ്യുകയോ അല്ലെങ്കിൽ സ്പീക്കിംഗ് ഇവർ തന്നെ ചെയ്യുകയോ ബാക്കിയൊക്കെ ഇവർക്ക് പേപ്പറൊക്കെ നേരത്തെ കൊടുത്ത് എക്സാം സെൻറ്ററിൽ തന്നെ പരീക്ഷ എഴുതിയുള്ള മാൽ പ്രാക്ടീസാണ് ഈ നടന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ കാണുന്നൊരു പ്രവണതയാണ് OET ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുകയും തലേന്ന് ഹോട്ടലുകളിലും മറ്റുമൊക്കെ താമസിച്ച് ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എഴുതി എക്സാം സെൻറ്ററിൽ ചെന്ന് എക്സാം എഴുതി പാസ്സാകുന്ന വേറെ ടൈപ്പ് ആൾക്കാർ. അതുപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് പോയി അതെഴുതി OET പാസ്സാകുന്ന ഒരു സ്കാം. ചുരുക്കി പറഞ്ഞാൽ പലതരത്തിലുള്ള സ്കാമുകൾ OET എക്സാമിനനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇടക്കാലത്ത് റിസൾട്ടുകൾ വരാതിരുന്നതിന് കാരണം വളരെ നല്ലപോലെ പഠിച്ച് ആത്മാർത്ഥത്തോടെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ പലരും ഫെയിലാകുന്ന റീസണൊക്കെ തന്നെ സത്യത്തിൽ ഇത്തരത്തിലുള്ള സ്കാമുകളാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു സ്കാമിൽ ചെന്ന് ചാടാതിരിക്കുക. ഒരുപക്ഷെ ഈ കൊടുത്ത ഇവരുടെയൊക്കെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇല്ലീഗലി ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ബ്ലാക്കായിട്ടൊക്കെ ആയിരിക്കും പണം കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ പണമൊന്നും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല. അതിനേക്കാളൊക്കെ ഉപരി UK എന്ന രാജ്യത്തിൽ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ച് ചെന്നവരാണെങ്കിൽ 100% ഗവൺമെൻറ് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 10 വർഷത്തേക്ക് വരെയൊക്കെ ബാൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 10 വർഷമാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലേക്ക് ഇവർക്ക് ജോലിക്ക് അപേക്ഷിച്ചാലും അവരുടെ വിസ റിജക്ഷൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ OET എന്ന മേഖല തന്നെ തകർന്നു പോയത് ഇങ്ങനത്തെ സ്കാം കൊണ്ടാണ്. അപ്പോൾ ചിലതിനെ ന്യായീകരിക്കുന്നത് ഞങ്ങൾ പല പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് 4-5 ലക്ഷം കൊടുത്ത് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി, അല്ലെങ്കിൽ അതുപോലെ സിറ്റിങ്ങിന് വേണ്ടി പോയി 10-14 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും ഇതൊന്നും ഒരു ശാശ്വതമായ കാര്യമല്ല. ഇപ്പോൾ ഇവർ നേരിടുന്നൊരു പ്രശ്നം, ഇവർക്കെല്ലാം തന്നെ NMC മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിനോടൊന്നും പലരും പ്രതികരിച്ചിട്ടില്ല. അവർ പ്രതികരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നൊക്കെ ഓർത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണെങ്കിലും ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് നേരിടുക തന്നെ ചെയ്യും. ഇത് ഈ OETയിൽ മാത്രമല്ല, CBT എക്സാമിൽ നൈജീരിയയിൽ നിന്നുള്ള ഏകദേശം 500ഓളം നഴ്സുമാരെ കള്ളത്തരം നടത്തി UK-യിലെത്തുകയും അവരെ NMC പുറത്താക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ തരം IELTS-ലും OETയിലും CBTയിലും MOH ഹാദ് പ്രോമോട്ടർക്ക് DHA തുടങ്ങിയ എക്സാമുകളിലും ഒക്കെ സത്യത്തിൽ ഇങ്ങനത്തെ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ജർമ്മൻ എക്സാമുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടി എടുക്കുക. അതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയ്ക്ക് അവബോധം ഉണ്ടാവുകയും പഠിച്ച് കഷ്ടപ്പെടാതെ നേരിടുന്ന അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ നേരിടുന്ന ഏതൊരു സക്സസ്സും ടെമ്പററി ആണെന്നും അതിനുള്ള കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള ബോധം ആൾക്കാർക്ക് വരികയും വിദ്യാർത്ഥികൾ ഇത് വാങ്ങാൻ തയ്യാറാകാതെ വരുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു സ്കാം നടത്തുന്ന ആൾക്കാർക്കും മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം, അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരു വളരെ എളുപ്പമെന്ന് ഈ രാജ്യങ്ങളിൽ എത്തുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്നത് കൊണ്ട് മാത്രമാണ് ആക്ച്വലി ഇങ്ങനത്തെ സ്കാമുകൾ ഉണ്ടാവുകയും ആൾക്കാർക്ക്
ഇത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇത് കള്ളത്തരം കാണിക്കുന്നവർ എല്ലാ മേഖലകളിലും ഉണ്ട്. അത് നല്ലപോലെ സ്ഥാപനം നടത്തുന്നവരെയും നല്ലപോലെ പഠിപ്പിനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അത് നല്ലപോലെ പഠിക്കുന്ന നഴ്സുമാരെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ പേഴ്സണലി ഒരു തീരുമാനമെടുക്കേണ്ടത്, ഞാൻ 5 or 6 പ്രാവശ്യം എഴുതിയാലും ഞാൻ ഇങ്ങനത്തെ ഒരു സ്കാമിൽ ചെന്ന് ചാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതെൻ്റെ ഫ്യൂച്ചറിൽ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ 148 നഴ്സുമാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത് സത്യമായ കാര്യമാണ്. ഇങ്ങനെ തന്നെ എക്സാം ലീക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും OIT ഒഫീഷ്യൽസുമായിട്ടുള്ള ഡയറക്റ്റ് പേഴ്സണലി അവരെ മീറ്റ് ചെയ്തൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിനുശേഷമൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അളവ് കുറയ്ക്കാനൊക്കെ സാധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സ്കാമിൽ നിങ്ങളാരും ചെന്ന് പെടാതിരിക്കുക. ഇനിയും ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഈ അലയലുകളൊക്കെ കെട്ടിടങ്ങി കഴിയുമ്പം വീണ്ടും ഇതുപോലെ തന്നെ OIT സ്കാമും IELTS സ്കാമും CBT സ്കാമും ജർമ്മൻ സ്കാമും ഒക്കെ തലപൊക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവനവനൊരു തീരുമാനം എടുക്കുക, ഞാൻ ഇങ്ങനത്തെ സ്കാമിൻ്റെ പുറകെ പോവില്ല എന്ന്. പിന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്കാമിൽ പെട്ട് ആരെങ്കിലും അവിടെ ചെന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു സ്കാമിലും ചെന്ന് ചാടാതിരിക്കുക. അതൊരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതല്ല. താങ്ക് യു.